ഹലോ എവ്രി വൺ, എൻലൈറ്റൻ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നവംബർ മന്ത്ലി ആണ്. അതിനു മുമ്പ് ഒരു ചെറിയ അനൗൺസ്മെൻറ്റ്. മണി റീക്കി അബണ്ടൻസ് കോഴ്സ് ഡിസംബർ 1 മുതൽ തുടങ്ങുകയാണ്. 9-day വർക്ക്ഷോപ്പാണ്. ഡീറ്റെയിൽസ് ആണ് സ്ക്രീനിലിപ്പോൾ കാണുന്നത്. ഈ വർക്ക്ഷോപ്പിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സപ്പ് ലിങ്ക് തരുന്നുണ്ട്. മണി റീക്കി എൻക്വയറി ഗ്രൂപ്പാണത്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ ടൈറ്റിൽ ബാറിൽ സൈഡിൽ കാണുന്ന 3 dots അതിൽ ക്ലിക്ക് ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ കാണാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഫർദർ ഡീറ്റെയിൽസ്, വർക്ക്ഷോപ്പിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞ് ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഗ്രൂപ്പിൽ, എൻക്വയറി ഗ്രൂപ്പിൽ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ മന്ത്ലി റീഡിംഗ്. മന്ത്ലി റീഡിങ്ങിൽ 2 piles ആണുള്ളത്. Pile 1 ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആൻഡ് Pile 2 വെറൈറ്റി ചോക്ലേറ്റ്സ്. ടൈം സ്റ്റാമ്പ്, എൻ്റെ പേഴ്സണൽ ID, ഇമെയിൽ ID ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ സെലക്റ്റഡ് പൈൽസിൽ കാണാം. ഹലോ പൈൽ 1, നിങ്ങൾ ചൂസ് ചെയ്തത് ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ്. സോ ഈ ഒരു മന്ത്ലി, ദാറ്റ് ഈസ് നവംബർ മന്ത്ലി, എഗെയിൻ 3 വീക്സിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വീക്ക് 1 day 1 to day 10, വീക്ക് 2 day 11 to day 20, ആൻഡ് വീക്ക് 3 day 21 to day 30. ഓൾറെഡി ഞാൻ വീക്ക് വൈസ് കാർഡ്സ് പുൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബിക്കോസ് സമയം ഇത്തിരി ഷോർട്ടാണ്. ഓക്കെ, ഓൾറെഡി അതുകൊണ്ടാണ് വീഡിയോയിൽ, ദാറ്റ് ഈസ് ക്യാമറയുടെ മുമ്പിൽ ചെയ്യാത്തത്. സോ നമുക്ക് നോക്കാം. വീക്ക് 1, ദാറ്റ് ഈസ് day 1 to day 10 എങ്ങനെയായിരിക്കും നവംബർ മന്ത്. ഫസ്റ്റ് കാർഡ് ഔട്ട് ഈസ് ദ മൂൺ. ഓക്കെ, കാർഡ്സ് എല്ലാം ഒന്ന് വെച്ചോട്ടെ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, സ്റ്റാർട്ടിങ് വളരെ നല്ലതാണ്. 3 of cards, ഡയറി മിൽക്ക് ചോക്ലേറ്റ്, awesome. 5 of pentacles, 7 of wands. Okay, ഗൈസ്, എപ്പോഴും പൈൽസ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി വേണം നിങ്ങൾ നോക്കാൻ. ബിക്കോസ് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന പൈൽസ് അല്ലായിരിക്കും, കാരണം നിങ്ങളുടെ എനർജി ആ സമയത്ത് അങ്ങനെ അല്ലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയും വീഡിയോയിൽ തിരിച്ച് വന്നിട്ട് പൈൽ സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾറൈറ്റ്. ആൻഡ് മുനോളജി കാർഡ്. ആൻഡ് യെസ്, ഈ പ്രാവശ്യം എന്തുകൊണ്ടോ ഞാൻ എൻ്റെ മന്ത്ലീസിൽ എപ്പോഴും ടാരോ കാർഡ്സേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് മുനോളജി കാർഡ് ആസ് വെൽ ആസ് യൂണിവേഴ്സൽ മെസ്സേജ് കാർഡും കൂടി എടുക്കാനുള്ള ഗൈഡൻസ് കിട്ടിയോണ്ടാണ് ഈ പ്രാവശ്യം മുനോളജി കാർഡും കൂടി കൊണ്ടുവരുന്നത്. സോ സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ആൻഡ് മൈ പ്രസൻസ് ഈസ് മൈ പവർ. ഓക്കെ, സോ ഇവിടെ എന്താ വരുന്നതെന്ന് ഞാൻ പറയാം. മുനോളജി കാർഡ് പറയുന്നത് ഇൻറ്റ്യൂഷൻ. കാരണം ഇവിടെ നിങ്ങൾക്ക് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ ഈ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഐഡിയ കിട്ടാം, ന്യൂസ് കിട്ടാം, പുതിയ വെഞ്ചേഴ്സ്, പുതിയ ബിസിനസ് ഐഡിയാസ്, പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, റിലേഷൻഷിപ്പിൽ പുതിയൊരു റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്സ് ആകാം അല്ലെങ്കിൽ ലവേഴ്സ് ആകാം. ഓക്കെ, ഒരു പുതിയ റിലേഷൻ, അല്ലെങ്കിൽ വീട്ടിലൊരു പുതിയ ആളുടെ വരവാകാം. ഓക്കെ, സോ ഒരു പുതിയ ന്യൂസ് കിട്ടുന്നുണ്ട്. അപ്പം ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യാൻ പറയുന്നു. ഇൻറ്റ്യൂഷൻ ഹൈ ആണ് ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു വീക്ക്. അപ്പോൾ ഇൻറ്റ്യൂഷനിൽ തോന്നുന്ന, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഒരു കാര്യവും ഇല്ല അത് ശരിയാവില്ല അല്ലെങ്കിൽ അത് ശരിയല്ലായിരിക്കും എന്ന് പറഞ്ഞ് വിടരുത്. ബിക്കോസ് സംഹൗ ആ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഐഡിയ തരികയാണ്. ചിലപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് വളരെ ഉള്ളതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തള്ളിക്കളയാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. പക്ഷേ അതുകൊണ്ടാണ് ഇൻറ്റ്യൂഷനിൽ വളരെയധികം ശ്രദ്ധിക്കാൻ പറയുന്നത്.
പിന്നെ നിങ്ങൾക്ക് കിട്ടിയത് 3 ഓഫ് കപ്സ് ആണ്. ഈ ഒരു ന്യൂസ്, നിങ്ങളിപ്പോൾ ഈ എടുക്കാൻ പോകുന്ന ഈ ഒരു ന്യൂ വെഞ്ചർ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ പ്രോസ്പെക്ട്സിനെ ഏറെ ആൾക്കാരുടെ അടുത്ത് എത്തിക്കും. 3 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ന്യൂസ് കേൾക്കുന്ന ചില പ്രേക്ഷകർക്ക് അവരുടെ പഴയ കാലത്ത് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിച്ച സമയമോ അല്ലെങ്കിൽ അവരുടെ ജോബിലുണ്ടായിരുന്ന, അവരുടെ ബിസിനസ് നടത്തിയിരുന്ന, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പല ഫങ്ഷൻസ് നടന്നിരുന്ന ആ കാലം ഓർമ്മ വരുന്ന ഒരു കാർഡും കൂടിയാണ്. സോ ചില ആൾക്കാർക്ക് കൂടിച്ചേരൽ, ഒത്തിരി ആൾക്കാരെ കണ്ടുമുട്ടാനുള്ള ഒരു ടൈം പീരീഡ്. ചില പ്രേക്ഷകർക്ക് അവരുടെ പഴയ കാലം ഓർമ്മ വരുന്ന ഒരു വീക്കാണ് ഈ Day 1 to Day 10, നവംബർ 1. പുതിയ വെഞ്ചേഴ്സ് വരുന്നവർ അവർക്കൊരു പേടിയുണ്ട്. ഓക്കെ, 5 ഓഫ് പെൻറ്റിക്കിൾസ് പേടി വരുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കാരണം നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ സെറ്റ്ബാക്കിൽ നിന്ന് പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ കാര്യം വരുമ്പോൾ അത് എടുക്കണോ വേണ്ടിയോ എന്ന് പല ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. ചില ആൾക്കാർക്ക് ഈ ഒരു വെഞ്ചർ വരുന്നത് സെയിം, ദാറ്റ് ഈസ് നേരത്തെ നിങ്ങൾ ആരുടെങ്കിലും കൂടെ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു വെഞ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബിസിനസ് ആൻഡ് കരിയർ വൈസ്, അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉദ്ഭവിച്ചിട്ടുണ്ടാകും പണ്ട്. അവരിൽ നിന്ന് തന്നെ പുതിയൊരു വെഞ്ചർ കിട്ടുന്നതുകൊണ്ടാകാം ഈ ഒരു ഒരു ഡിഫെൻസിവ്നെസ്, എടുക്കണോ വേണ്ടിയോ, എടുത്താൽ എങ്ങനെ എന്നുള്ള ഒരു ചിന്താഗതി വരുന്നതുണ്ട്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് അച്ഛൻ്റെ, ദാറ്റ് ഈസ് നിങ്ങളുടെ വീട്ടിൽ മൂത്തവർ, നിങ്ങളുടെ പേരൻസ്, ഇപ്പം അവരുടെ ഹെൽത്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ കൺസേൺ, ചില വീടുകളിൽ ഐ ഡോണ്ട് നോ വൈ ബട്ട് ചില വീടുകളിൽ അച്ഛനെ നോക്കുന്നതിൻ്റെ പേരിൽ ഒരു വഴക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് ചിലപ്പോൾ നിങ്ങളായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അനിയനോ ചേട്ടന്മാരോ അല്ലെങ്കിൽ പെങ്ങന്മാരോ ചേച്ചിമാരോ അവർ നോക്കുന്നില്ലായിരിക്കാം. അതിനെക്കുറിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് അവരുടെ സ്ഥലം വിട്ടു പോകേണ്ടി വരുന്ന ഒരു ആവശ്യം ഉണ്ടാകാം. ബട്ട് ബിക്കോസ് ഓഫ് യുവർ പേരൻസ് കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലായിരിക്കാം. നിങ്ങൾ ആരോടെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരത് നിരസിക്കുന്ന ഒരു വഴക്കിലേക്ക് പോകുന്ന ഒരു രീതിയും വരുന്നുണ്ട്. ഓക്കെ, ഇത് ചില പ്രേക്ഷകർക്ക് മാത്രമാണ് ഗൈസ്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓൾറൈറ്റ്, സോ അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയും കാണുന്നുണ്ട്. പിന്നെ പഴയ കാലത്തെ കാര്യങ്ങൾ ഓർമ്മിക്കുന്നവർക്ക് ഈ ഒരു വിഷമം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ട് അല്ലെങ്കിൽ ആരുടെ കാര്യമാണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അവരോട് നിങ്ങൾ ചിലപ്പോൾ അധികം ഇടപെടില്ല. കാരണം നിങ്ങൾ നിങ്ങളെയാണ് നോക്കുന്നത്, സംരക്ഷിക്കാൻ നോക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ സെറ്റ്ബാക്ക്, പിന്നെ റിലേഷൻഷിപ്പ് സെറ്റ്ബാക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഇതിൽ കടുംപിടുത്തം എന്ന് പറയില്ലേ, അങ്ങനെ അവരുമായിട്ട് ഇടപെടേണ്ട എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ വരുന്നത്. പക്ഷേ ഗൈസ്, അതിനാണ് നിങ്ങളോട് പറയുന്നത് ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഗോ ഫോർ ഇറ്റ് എന്ന് പറയുകയാണെങ്കിൽ, അത് എടുക്കൂ എന്ന് പറയുകയാണെങ്കിൽ എടുക്കുക. കാരണം മുന്നോളജി കാർഡ് പറയുന്നത് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഓക്കെ, ഓൾറൈറ്റ്, നിങ്ങൾ ഇത്രയും ഡിഫെൻസീവ് ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ കാര്യമായിരിക്കും, റൈറ്റ്? അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ പറയുന്നത് ഇനിയും നിങ്ങളുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് ഇത്തിരി വെളിയിറക്കും. ഇത്തിരി റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കും. ഈവൻ തോ മൂൺ കാർഡ് എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്. പക്ഷെ എന്തോ ചില പ്രേക്ഷകർക്ക് ഇതൊരു റിസ്ക് എടുക്കുന്ന കാർഡും കൂടിയാണ്. ദാറ്റ് ഈസ് നിങ്ങൾ റിസ്ക് എടുക്കൂ എന്നാണ് പറയുന്നത്. എഗെയിൻ, ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് മാത്രമേ മുമ്പോട്ട് പോകാവൂ. എന്താണ് ഇൻറ്റ്യൂഷൻ പറയുന്നത് അത് മാത്രമേ ചെയ്യാവൂ. എന്നാലും നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിലിറങ്ങൂ. സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കൂ. നൗ അഡ്വൈസ് കാർഡ്, മൈ പ്രസൻസ് ഈസ് മൈ പവർ. ഓഫ് കോഴ്സ് 7 ഓഫ് വാൻസ് പറയുന്നത് എന്താണ്? 7 ഓഫ് വാൻസ് പറയുന്നത് നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഇസ് ഡിഫെൻസിവ്നെസ്, റൈറ്റ്? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഇനിയും ഈ ഒരു പഴയകാല കൂട്ടുകാരോ പഴയകാല
റിലേഷൻഷിപ്പോ അവരോട് സംസാരിച്ചാലും നിങ്ങൾ നിങ്ങളുടെ പവറിൽ തന്നെ നിൽക്കുകയാണ്. ആർക്കും നിങ്ങളെ ഈ ഒരു രീതിയിൽ ഇപ്പം ചീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെറ്റ് ബാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് ബാക്കിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പവറിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ പവറിലാണ്. സോ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. ഓക്കെ ഗായ്സ്, സോ നല്ലൊരു വീക്കാണ് ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. സോ എത്ര മാക്സിമം നിങ്ങൾക്ക് ആ വീക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ യൂസ് ചെയ്യുക. ബിക്കോസ് അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് വീക്ക് ഡേ 11 to day 20 ആണ്. ഗ്രേറ്റ്. ദ വേൾഡ് കാർഡ്. ഡയറി മിൽക്ക് ഏറെ ഇഷ്ടപ്പെടുന്നവർ ലൈഫും ഡയറി മിൽക്ക് മാതിരിയാണ്. 2 of Pentacles, Strength, 5 of Swords, 10 of Swords. Take time to breathe out. The moment I begin to celebrate myself and focus on my success is the moment I begin living. Okay. ഞാൻ എന്തുകൊണ്ടാണ് മൊനോളജി ആൻഡ് അഡ്വൈസ് കാർഡ് ഇപ്പോഴും എടുക്കുന്നതെന്ന് വെച്ചാൽ കാരണം അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് കിട്ടിയതുകൊണ്ടാണ്. ഓക്കെ, സോ സെക്കൻഡ് വീക്ക് വരുമ്പോഴത്തേക്കും ദ വേൾഡ് കാർഡ് നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഇനി മിങ്കിൾ ചെയ്യാൻ പോകുന്ന ആ ഒരു റിലേറ്റീവ് അതുമായിട്ട് ഇപ്പം നിങ്ങൾ വഴിക്കൊക്കെ നടന്ന ഒരു റിലേഷൻ ആണെങ്കിൽ അതുമായിട്ട് കംപ്ലീഷനാണ്. ദാറ്റ് മീൻസ് ഇനി മുമ്പോട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരില്ല. ഓർ എൽസ് ആ ആൾ എന്നേക്കുമായി നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങ് പോകുവാണ്. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ട് ആ ആൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുകയാണ്. ബിസിനസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഓക്കെ, അതർ ദാൻ റിലേഷൻഷിപ്പ് നോക്കുന്നവർക്ക് വേൾഡ് കാർഡ്, ദാറ്റ് ഈസ് വേൾഡിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ഐഡിയ നിങ്ങൾക്ക് പല ആൾക്കാരുടെ മുമ്പിൽ വെക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പോകുകയാണ് സെക്കൻഡ് വീക്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോയ്സസ്, ദാറ്റ് മീൻസ് 2 of Pentacles ആണ്. ചിലപ്പോൾ 2 ചോയ്സസ് എന്ന് പറയുന്നത് 2 തിങ്കിങ് ആകാം. ചിലപ്പം ഒരു 2 കൺട്രി തമ്മിൽ ഏത് കൺട്രിയിൽ വേണം സ്വന്തം പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്വന്തം പ്രോജക്റ്റ് കൂടുതൽ കാണിക്കുക, ഏത് കൺട്രിയിൽ കാണിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് നിൽക്കണോ മറ്റു സ്ഥലത്ത് പോകണോ, എങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ, ഒരു ബാറ്റിലിംഗ് ഉണ്ട്. മാത്രമല്ല ചില ആൾക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോകേണ്ട ആവശ്യം വരും. അതപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉദ്ഭവിക്കുന്നുണ്ട്. അതിന് പറയുന്നത് സ്ട്രെങ്ത് കാർഡാണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ കയ്യിൽ ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ കണ്ടു ഒരു ലേഡി ഒരു ലയനെയാണ് ടൈം ചെയ്യുന്നത്. ഓക്കെ, ലയൻ്റെ വായിലാണ് കൈ ഇടുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ കയ്യിൽ എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. ഈ ഇൻഫിനിറ്റി സിമ്പിൾ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉത്തരങ്ങൾ, എല്ലാ പ്രശ്നങ്ങളുടെ ഉത്തരങ്ങളുണ്ട്. പക്ഷെ അതിന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്തും. ഓക്കെ, ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. സോ അത് ആലോചിച്ച് ചെയ്യുക. പ്രയോറിറ്റി, 5 of Swords എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഡിസെപ്ഷൻ ഉണ്ടായിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയം, ദാറ്റ് ഈസ് ഈ ഒരു റിലേഷൻഷിപ്പ് ക്ലോഷർ വരുന്നു എന്ന് ഞാൻ പറഞ്ഞു, അവർക്ക് ഡിസെപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ ഡിസെപ്ഷൻ ഉണ്ടായിട്ടുകൊണ്ട് അത് നല്ലൊരു ചീറ്റിങ്ങിലേക്കാണ് കടന്നു പോയതും അതുകൊണ്ട് തന്നെ അവർക്ക് മറക്കാനും പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കും ആ ആളുമായിട്ട് ഒരു ക്ലോഷർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം അങ്ങ് മറന്ന് അവർക്ക് മാപ്പ് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് മാപ്പ് കൊടുത്ത് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി പോകും. ബിസിനസ്സും കരിയറും ചെയ്യുന്നവർക്ക് പ്രയോറിറ്റി കൊടുക്കാനാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഈ 2 കാര്യങ്ങളിൽ 2 തിങ്കിങ്, 2 തോട്ട്സ്, 2 ജോബ്, 2 ബിസിനസ്, ഒക്കെ 2 ഓപ്പർച്യൂണിറ്റീസിൽ നിങ്ങൾ സംശയം, ദാറ്റ് ഈസ് നിങ്ങൾക്ക് ബാലൻസ് കണ്ടെത്താൻ പറ്റുന്നില്ല. പ്രയോറിറ്റി നോക്കുക. ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഏതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റോ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകുന്ന കാര്യം അല്ലെങ്കിൽ ആകുന്ന പ്രോജക്റ്റ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് പറയുന്നത്. ആൻഡ്
അവർക്ക് പറയുന്ന ചീറ്റിങ്ങിൽ നിന്നൊന്ന് രക്ഷപ്പെടാം. നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുമ്പോഴും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിക്കണം. നിങ്ങളുടെ ഏത് പ്രോജക്റ്റ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകും, പ്ലസ് ഇപ്പോൾ ഏതെങ്കിലും കമ്പനി ത്രൂ ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനി നിങ്ങൾക്ക് എത്ര ബെനിഫിഷ്യൽ ആണ്, ഓക്കെ, ആ കമ്പനി നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ടോ, ആ പ്രോജക്റ്റിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം, ദാറ്റ് ഈസ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. പ്രാണായാമം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, രാത്രി സമയങ്ങളിൽ ചന്ദ്രനെ നോക്കിയിരിക്കുക, സൂര്യപ്രകാശം കൊള്ളുക. ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. ഓക്കെ. ആൻഡ് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ സക്സസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്, ഓക്കെ. ഇനി ചിലർ സെയിം കമ്പനിയിലാണ് ചെയ്യാൻ പോകുന്നത്, ഓക്കെ. സോ നേരത്തെ ആ കമ്പനിയിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര വിഷമങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു, അങ്ങനത്തെ ചില ആൾക്കാരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ നിങ്ങൾ അതിൽ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് വിജയം കിട്ടിയത്, ആ വിജയത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ മൂമെൻറ്റ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങും. ഓക്കെ ഗൈസ്, ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് വീക്കിൽ പറയുന്നത്. സോ നിങ്ങളുടെ സക്സസ്സിൽ ഫോക്കസ് ചെയ്യുക. റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിലും ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തന്ന ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അത് നിങ്ങളുടെ സക്സസ്, ദാറ്റ് ഈസ് റിലേഷൻഷിപ്പിലായാലും ഒരു സക്സസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വേറൊരു രീതിയിൽ, നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളുടെ കരിയർ ആയാലും ഫിനാൻഷ്യൽ പൊസിഷൻ ആയാലും. അതുകൊണ്ട് തന്നെ സക്സസ്സിൽ അധികം ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം നിങ്ങളുടെ ലാസ്റ്റ് വീക്ക്, ദാറ്റ് ഈസ് ഡേ 21 ടു ഡേ 30 എങ്ങനെയായിരിക്കും. Alright, so first card, 2 of Wands, King of Swords, Ace of Cups, the Hanged Man, 6 of Pentacles. Don't let your past hold you back. See, nalloru message. And obsessing over the outcome of a relationship gets in the way. Instead, I let go and allow. Alright, so ഗൈസ്, തേർഡ് വീക്കിൽ നിങ്ങൾ വളരെയധികം പ്ലാനിങ്ങിലാണ്. 2 of Wands ആണ്. ഓൾറെഡി വേൾഡ് കാർഡ് നിങ്ങൾക്ക് വന്നായിരുന്നു സെക്കൻഡ് വീക്കിൽ. സോ നിങ്ങൾക്കറിയാം വേൾഡിൽ എവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, പക്ഷെ നിങ്ങൾ ഇപ്പോഴും പ്ലാനിങ് ആണ്, എങ്ങനെ ചെയ്യണം, ഓക്കെ. ഒരു തീരുമാനത്തിലെത്തുകയാണ്, ഓക്കെ. സോ ആ തീരുമാനം ഓൾറെഡി എടുത്തു കഴിഞ്ഞവരും ആയിരിക്കാം, ഓക്കെ. എന്നാലും വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നും കൂടി ആലോചിക്കുന്ന ഒരു കാർഡാണ് 2 of Wands, ഓക്കെ. ആൻഡ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്, എന്നാലും എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്നാലോചിക്കുന്ന ഒരു കാർഡാണ് 2 of Wands. കിങ് ഓഫ് സോർഡ്സ്, ഏത് ആളുമായിട്ടാണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, അത് കരിയർ ബിസിനസ് ആണെങ്കിൽ ആൾ വളരെ സ്ട്രിക്റ്റ് ആണ്. ആൻഡ് ആ ആൾക്ക് നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് അവർക്കറിയാം. ഈവൻ ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ചിലപ്പോൾ ഒത്തിരി പുഷ് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങളുടെ അൾട്ടിമേറ്റ് കേപ്പബിലിറ്റിയെ വെളിയിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം കൊണ്ടുവരുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ആ ആൾക്ക് നിങ്ങളുടെ കേപ്പബിലിറ്റിയെ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ ഒത്തിരി പുഷ് ചെയ്യുന്ന ഒരു ആഴ്ചയായിരിക്കും, ഓക്കെ. ഈ ഹോൾ മന്ത് തന്നെ അങ്ങനെ ആയിരിക്കാൻ പോസിബിലിറ്റി കൂടുതലാണ്. റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ ഒരാളെന്ന് പറഞ്ഞാൽ വളരെ മുഖത്ത് നോക്കില്ല, ആർക്ക് വിഷമം ഉണ്ടാക്കും ആർക്ക് വിഷമം ഉണ്ടാക്കിയില്ല ഇങ്ങനെ പറയുന്ന ആളായിരിക്കും. ചിലപ്പം ചില കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന സ്വന്തം തെറ്റുകൾ അംഗീകരിക്കും കൂടിയില്ല, ഓക്കെ. സോ ഈ മൂന്നിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ചേരുന്നത് അത് നിങ്ങൾ എടുക്കുക, ഓക്കെ. ബാക്കി ലാസ്റ്റിൽ രണ്ടെണ്ണം ഞാൻ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ്, ഡെഫിനറ്റ്ലി ആൾക്ക് നല്ല ബോധമുണ്ട് നിങ്ങളുടെ കഴിവ് എന്തൊക്കെയാണെന്നുള്ളത്, ഓക്കെ. സോ അതുപോലെ പുഷിങ് നിങ്ങൾക്ക് ലഭിക്കും. പുഷിങ് ഇൻ ദ സെൻസ് റൈറ്റ്
റൈറ്റ് കൈൻഡ് ഓഫ് പ്രചോദനം. ചിലപ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് പറയില്ല നിങ്ങൾ ഇതിൽ നല്ല അതിൽ നല്ലതാണെന്ന്, പക്ഷെ അങ്ങനത്തെ പ്രോജക്റ്റോ അങ്ങനത്തെ വർക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയയിൽ പോയി കാര്യങ്ങൾ നോക്കാനുള്ള നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ആളാണ്. ഏസ് ഓഫ് കപ്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ഫസ്റ്റ് വീക്കിൽ വരുന്ന നിങ്ങളുടെ ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസും കൂടിയാണ് ലൈഫിൽ. നിങ്ങൾക്ക് തന്നെ ആ തേർഡ് വീക്ക് ആകുമ്പോഴത്തേക്കിനും മനസ്സിലാകും നിങ്ങളുടെ ഫിനാൻസിനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണെന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ തേർഡ് വീക്ക് ആകുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. റിലേഷൻഷിപ്പിലും നിങ്ങളോട് പറയുന്ന വിത്ത് ലവ്, ദാറ്റ് ഈസ് നല്ല മനസ്സോടെ, ഇപ്പോൾ ഏതാളാണോ വരുന്നത് ആ ആളെ നിങ്ങൾക്ക് ലൈഫിൽ തിരിച്ചെടുക്കാൻ താല്പര്യമില്ല. അത് ഫ്രണ്ട് ആകാം, നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ് ആകാം, സ്പൗസ് ആകാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ഓക്കെ ഫൈൻ, പക്ഷേ അത് നല്ല മനസ്സോട് വേണം പറഞ്ഞു വിടാൻ. ഓക്കെ, അല്ലെങ്കിൽ നല്ല മനസ്സോട് വേണം കാര്യങ്ങൾ ഒത്തുതീർപ്പിലാക്കാൻ എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ വേസിൽ ഇതൊരു സെക്കൻഡ് ഗ്രാൻറ്റാണ്, ഇത് ഡിവൈൻ ഗ്രാൻറ്റാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളേറെ ഉണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് സക്സസ്സും ലഭിക്കും. ഹാൻഡ് മാൻ പറയുന്നത് ഈ ഒരു പുതിയ അതായത് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ഇതിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കൂ. നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന രീതിയിലല്ല കാര്യങ്ങൾ നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത്. പുതുമ അത് എങ്ങനെ കൊണ്ടുവരാം, അത് സ്ട്രെങ്ത് കാർഡ് സെക്കൻഡ് വീക്കിൽ കാണിച്ചു. നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് എല്ലാ സൊല്യൂഷൻസ്. അപ്പോൾ ആ സ്ട്രെങ്ത് കാർഡ് ഉപയോഗിച്ച്, ദാറ്റ് ഈസ് ആ സ്ട്രെങ്ത്, നിങ്ങളുടെ കെപ്പബിലിറ്റി എന്താണ്, നിങ്ങളുടെ തിങ്കിങ് എബിലിറ്റി എന്തൊക്കെയാണ്, അത് ആലോചിച്ച് പുതുമ കൊണ്ടുവരാം. നിങ്ങളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പുതുമ കൊണ്ടുവരാം. കാരണം അത് വേൾഡിലാണ് അറിയപ്പെടാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി വേൾഡിൽ അറിയണമെങ്കിൽ പുതുമ ഉണ്ടായിരിക്കണമല്ലോ, അല്ലേ? ആൻഡ് ഈ ഒരു പുതുമയും ഈ ഒരു സെക്കൻഡ് ചാൻസും നിങ്ങളെ ഫിനാൻഷ്യലി വൈസ് ബാലൻസ് ആക്കുകയാണ്. റിലേഷൻഷിപ്പിലും പുതുമയിൽ ദാറ്റ് ഈസ് ഒരു പുതിയ പെർസ്പെക്റ്റീവ് കൊണ്ടുവരാനാണ് പറയുന്നത്. പണ്ട് എന്ത് സംഭവിച്ചു, എന്തിന് സംഭവിച്ചു എന്ന് ആലോചിക്കാം. അത് ആ എന്തിനെന്നുള്ള ഉത്തരം നിങ്ങളുടെ നല്ലതിനാണ് എന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ കിട്ടിയാൽ അതൊരു പുതിയ പെർസ്പെക്റ്റീവാണ്, റൈറ്റ്? അങ്ങനെ വരുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ബാലൻസ് ആണ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ പുതിയ ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 100% ബാലൻസ് ആണ്. നിങ്ങൾ എത്ര ചിലവഴിക്കുന്നു അതിൻ്റെ ഏറെ നിങ്ങൾക്ക് ലഭിക്കുകയും കൂടി ചെയ്യും. ഒരു ബാലൻസ് ഫോമിൽ പോകുന്ന ഒരു കാർഡാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് മൊനോളജി കാർഡ് പറയുന്നത് എന്താണ്, പണ്ടത്തെ കാര്യം, ഇനി ഈ കമ്പനിയുമായിട്ട് പണ്ടത്ത് നടന്ന അല്ലെങ്കിൽ ഈ ഒരാളുമായിട്ട് പണ്ടത്ത് നടന്ന ഡിസഗ്രിമെൻറ്റ്സ്, റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ ആളുമായിട്ട് നടന്ന ഡിസഗ്രിമെൻറ്റ്സ്, അതിനെ ഹോൾഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, പറയാറുണ്ടല്ലോ എന്ത് നടന്നാലും നല്ലതിന്, അത് ഓർമ്മ വെക്കുകയാണെങ്കിൽ ഈ യെസ് ഓഫ്കോഴ്സ് ഞാൻ പറയില്ല പണ്ട് നടന്ന കാര്യം ഓരോരുത്തരുടെ ലൈഫിൽ എന്താ നടന്നത് അത് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം 10 of Swords വന്നിരുന്നു, അത് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ലൈഫിൽ, എനിക്കറിയാം. പക്ഷേ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യൂ. ഓക്കെ, അതിനെ വെച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് ആൾക്കും എങ്ങനെയെങ്കിലും ആ അനുഭവങ്ങൾ വന്നിട്ടുണ്ടാകാം. ബിക്കോസ് എനർജി ഒരിക്കലും നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ല. എനർജി എന്ന് പറയുന്നത് മൂവിങ് ആണ്. ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഓൾ ആക്ഷൻസ് ഹാവ് ഈക്വൽ റിയാക്ഷൻ. ഓക്കെ, സെൻറ്റൻസ് വേറെയാണ്. എല്ലാ ആക്ഷനും അതിൻ്റെതായ ഒരു ഈക്വൽ റിയാക്ഷനും ഉണ്ടാവും. ഇങ്ങോട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ലഭിക്കും, അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും ലഭിക്കും. ഓക്കെ, സോ അത് ഹോൾഡ് ചെയ്യാതിരിക്കുക, അതിനങ്ങ് വിട്ട് കളയുക. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനങ്ങ് വിട്ട് കളയുക. ആൻഡ് ഒബ്സെസ്സിങ് ഒരു റിലേഷൻഷിപ്പ്, അത് ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് റിലേഷൻഷിപ്പിനുള്ളവർക്കാടല്ല. റിലേഷൻഷിപ്പ് ഏത് തരമാണ്, ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, സ്പൗസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, റിലേറ്റീവ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സ്വന്തം റിലേഷൻഷിപ്പ് ദാറ്റ് ഇസ് സെൽഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്ന കൊലീഗ്സ്, ബോസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, എല്ലാ റിലേഷൻഷിപ്പുമാണ് പറയുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിൽ പണ്ട് നടന്ന കാര്യങ്ങൾ ഇനിയും അങ്ങനെ തന്നെ നടക്കുമെന്നുള്ള ഒരു ഔട്ട്കം, അതിനധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. ബട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക, 100% നിങ്ങളുടെ ഒത്തൻറ്റിസിറ്റി നിങ്ങൾ കൊടുക്കുക ആൻഡ് ലെറ്റ് ഗോ ചെയ്യുക.
ആൻഡ് അലൗ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്യുക എന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങൾ ഒത്തിരി ഡിസെപ്ഷൻ വേല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ദൈവം നോക്കിക്കോളൂ എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സോ അതാണ് ഐ ലെറ്റ് ഗോ ആൻഡ് അലൗ. ഓൾറൈറ്റ് ഗൈസ്, സോ ഇതായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് വളരെ നല്ല ഒരു മന്താണ് പായൽ 1. ഡയറി മിൽക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റാണ്. അതുപോലെ സ്മൂത്താണ് നിങ്ങളുടെ നവംബർ മന്ത്ലി റീഡിങ് 3 ആഴ്ചയും. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. ഹലോ പാൽറ്റു, നിങ്ങൾ ചൂസ് ചെയ്തത് വെറൈറ്റി ചോക്ലേറ്റ്സ് ആണ്. സോ മന്ത്ലി റീഡിങ്, ഈ മന്ത്ലി റീഡിങ് 3 വീക്സ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തത്. വീക്ക് 1 ഡേ 1 to day 10, വീക്ക് 2 ഡേ 11 to day 20 ആൻഡ് വീക്ക് 3 ഡേ 21 to day 30 ആണ്. സോ ടൈം ഷോർട്ട് ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കാർഡ് പൂൾ ചെയ്തിരിക്കുകയാണ്. ക്യാമറയുടെ മുമ്പിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്ക് തുടങ്ങാം. വീക്ക് 1 ഹയറോഫന്റ്. വീക്ക് 2 അല്ല, സെക്കൻഡ് കാർഡ് ദ ഫൂൾ. 8 of cups, 4 of pentacles, 7 of wands. Okay, ഈ പ്രാവശ്യം എനിക്ക് ഗൈഡൻസ് കിട്ടിയത് മുനോളജി കാർഡ് ആൻഡ് അഡ്വൈസ് കാർഡും കൂടി എടുക്കാനാണ്, മെസ്സേജസ് കാർഡ്. സോ മുനോളജി കാർഡാണ്. എ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. വാവ്, മൈ പ്രസൻസ് ഈസ് മൈ പവർ. സെയിം കാർഡാണ് പായൽ 1 കിട്ടിയത്. ഓക്കെ, സോ ദ ഫസ്റ്റ് കാർഡ് ഹയറോഫന്റ്. ഹയറോഫന്റ് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജസ് തരുന്നുണ്ടെങ്കിൽ, അത് റിലീജിയസ് ആവാം, നിങ്ങളുടെ ലൈഫിൽ ബിസിനസ് കരിയർ റിലേറ്റഡ് ആകാം, റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാകാം, നിങ്ങളുടെ ലൈഫ് നന്നായി കൊണ്ടുപോകാൻ പറ്റിയിട്ടാകാം. ആ വരുന്ന മെസ്സേജസ് അത് തള്ളിക്കളയരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എന്തെങ്കിലും കേട്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് ക്ലിക്കാകും. ആ മെസ്സേജ് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ, ചില പ്രേക്ഷകർക്ക് പറയുന്നത് പ്രാർത്ഥിക്കുക. എത്ര പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ബലം. ദ ഫൂൾ കാർഡ്, ദാറ്റ് ഈസ് ഈ പറയുന്ന ഈ ഇൻഫോർമേഷൻ നിങ്ങളെ എങ്ങനെയോ ഒത്തിരി ഫ്രീഡം തരും. നിങ്ങളെ ഒത്തിരി ഫ്രീ ആക്കും. അപ്പം ചിലപ്പോൾ മെൻറ്റൽ സ്ട്രെസ് ആകാം. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ് ഗൈസ്. എന്തെങ്കിലും മെൻറ്റൽ സ്ട്രെസ് ആകാം. ആ മെൻറ്റൽ സ്ട്രെസ്സിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളെ വെളിയിലിറക്കും ആ ഒരു കാര്യം. ഓക്കെ, ഒരാൾസ് നിങ്ങൾ എന്തെങ്കിലും പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ആ പുതുതായി തുടങ്ങുന്നത് അതിൽ നിങ്ങളെ സഹായിക്കും. ഓക്കെ, സോ എന്തെങ്കിലും ഒരു പുതിയ വെഞ്ചർ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് പറയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് നിങ്ങളുടെ റിലേഷൻ, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയുക. ഓക്കെ, 8 of cups എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കാർഡും സ്പിരിച്വൽ കാർഡാണ്, ഈ ഒരു കാർഡും സ്പിരിച്വൽ കാർഡാണ്. ഓക്കെ, ഈ സ്പിരിച്വാലിറ്റിയിലേറെ ചില പ്രേക്ഷകർ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഒരു സ്പിരിച്വൽ ബിസിനസ്സോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടാകാം. അതുണ്ടെങ്കിൽ ചെയ്യുക. ചില പ്രേക്ഷകർക്ക് ഹയർ സെൽഫുമായിട്ട് കണക്റ്റ് ആകാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആ സബ്ലിമൽസോ അങ്ങനെ മെഡിറ്റേഷനോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ. ചില ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലോ സ്പിരിച്വലായിട്ടാണ്. ദാറ്റ് മീൻസ് നല്ല ബിസിനസ്, നല്ല ജോബ് എല്ലാം ഉണ്ടായിട്ടും സ്പിരിച്വാലിറ്റിയിലേക്ക് ഏറെ പോകുന്ന ഒരു അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ടാകാം. ഓക്കെ, ദെൻ 4 of Pentacles. എന്നാലും
ഈവൻ തോ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നിങ്ങൾക്കത് ഫ്രീഡം തരും. ഓക്കെ, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീഡം തരും. അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ ഒരു കാര്യം വന്ന് പറഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീഡം തരികയാണ്, പുതിയ ഓപ്പർച്യൂണിറ്റി തരികയാണ്. പക്ഷേ നിങ്ങൾ ഇതുവരെ അറിയാത്ത ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ അറിയുന്ന കാര്യത്തെ ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ കാര്യമാകാം. കാരണം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുകയാണെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റുമെന്നുള്ളൊരു ടെൻഷൻ. പക്ഷേ ഇത് ഒരു അനുഭവം തന്നെയാണ്. സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഫിനാൻസ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ആണ് കവറപ്പായി പോകുന്നത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും പെൻറ്റിക്കിൾ, ദാറ്റ് ഈസ് ഫിനാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് അല്ലെങ്കിൽ മണി, അത് റിലേറ്റഡ് ടെൻഷൻ ഉണ്ടെങ്കിൽ നോ ഇഷ്യൂസ്, നിങ്ങൾ ഈ ഒരു കാര്യത്തെ ഏറ്റെടുത്ത് പോകുക. കാരണം 2 സ്പിരിച്വൽ കാർഡാണ് വന്നത്, ഒന്ന് ഹയറോഫൻറ്റും ഒന്ന് 8 ഓഫ് കപ്സും. ഓക്കെ, 8 ഓഫ് കപ്സും ഹയറോഫൻ്റെ കൂടെ ചേരുമ്പോൾ ഒരു സ്പിരിച്വൽ കാർഡാണ്, സ്പിരിച്വാലിറ്റിയാണ്. ചിലപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കണം എന്നുണ്ടാവും, ചിലപ്പോൾ ലൈഫ് കോച്ചായിട്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ്. ആൾക്കാരെന്ത് പറയും എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ഡോണ്ട് ഹാവ് ടു വറി, ബിക്കോസ് അത് ബാധകമല്ല. ഓക്കെ, ദെൻ ജസ്റ്റ് എ മിനിറ്റ് ഗൈസ്. 7 ഓഫ് wands പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ പവറിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എന്ത് ചിന്തകളുണ്ടോ, അല്ലെങ്കിൽ ആൾക്കാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ സപ്പോർട്ടീവ് ആരും ഉണ്ടാവില്ല, നോ ഇഷ്യൂസ്. നിങ്ങളുടെ കയ്യിൽ തന്നെ പവറുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് നിന്ന് നിങ്ങളുടെ എന്ത് കാര്യം ചെയ്യാനുള്ള കഴിവും ആത്മാർത്ഥതയും നിങ്ങളുടെ കയ്യിലുണ്ട്. സോ നിങ്ങളോടത് ചെയ്യാനാണ് പറയുന്നത്. അത് ഏതൊരു കാര്യമായിക്കോട്ടെ. ഇനി സംഹൗ സ്പിരിച്വാലിറ്റിയിലല്ല വരുന്നതെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, അത് നിങ്ങളുടെ കുടുംബത്തിലെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആകാം, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആകാം. ആ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന ഒരു വിവരം, ആ വിവരം ഏറ്റെടുത്ത്, ഓക്കെ, അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഒരു ഇച്ചിരി റിസ്ക് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുക. ബിക്കോസ് ആ റിസ്ക് എടുക്കാൻ നേരത്തെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഒരു കാര്യം ഉണ്ടാകും, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത കാണും. അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് അത് ഓട്ടോമാറ്റിക്കലി ടേക്കൺ കെയർ ആവും. നിങ്ങളുടെ കയ്യിൽ ആ കഴിവുണ്ട്, എല്ലാം കൂടി ഒത്തുചേർന്ന് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, നൗ എ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. സോ ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സ്പിരിച്വാലിറ്റിയിലേക്ക് പോകണോ അല്ലെങ്കിൽ ഈ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ പറഞ്ഞ കാര്യം ചെയ്യണോ എന്ന് പറയുന്ന ആ കാര്യം നന്നായി ഇരുന്നൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. ആൻഡ് ആ ഒരു സൊല്യൂഷനാണ് നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസ് ഇറാഡിക്കേറ്റ്, ദാറ്റ് ഇസ് തീർക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഓ മൈ ഗുഡ്നസ്, നിങ്ങൾക്ക് 2 കാർഡ്സാണ് കിട്ടിയത് ഗൈസ്. വാവ്. ഓക്കെ, സോ ഫസ്റ്റ് കാർഡാണ് മൈ പ്രസൻസ് ഈസ് മൈ പവർ. നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങളുടെ പവർ ഉണ്ട്. അതാണ് ഈ 7 ഓഫ് wandsഉം പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ആ പവറുണ്ട്, നിങ്ങൾക്ക് ആ ശക്തിയുണ്ട് എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന് കൊണ്ടുപോകാൻ. ഓൾറൈറ്റ്, ആൻഡ് ഐ ക്യാൻ ഫൈൻഡ് പീസ് ഇൻ എവറി ബ്രെത്ത്. ഓക്കെ, നൗ സിറ്റുവേഷൻ അനുകൂലമല്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് പീസ് കണ്ടെത്താൻ കഴിയും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പീസ് കണ്ടെത്താൻ പറ്റും, സമാധാനം കണ്ടെത്താൻ പറ്റും. ഓക്കെ ഗായ്സ്, സോ ഒരിച്ചിരി എന്താ പറയുക, ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു റീഡിങ്, ഒരു സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നി. സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നവർക്കാണത്. ഓക്കെ, സോ നമുക്കിനി നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ സെക്കൻഡ് വീക്ക്. സെക്കൻഡ് വീക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഐ ക്യാൻ സേ ഇത്തിരി ടെൻസ്ഡ് ആണ്. ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടെന്ന്. കാരണം കാർഡ്സ് വളരെ ഷഫിൾ ചെയ്യുമ്പോൾ വീണ് പോവുമായിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം. കിങ് ഓഫ് wands, 2 ഓഫ് pentacles. ഓക്കെ, പൈൽ 1ൽ വന്ന കാർഡ്സ് പോലെ തന്നെ വരുന്നുണ്ട്. ദ ഡെവിൾ,
Two of Swords, the Star card. It's time to release negativity. In order to awaken the world to the light, I must not be afraid to shine. See, പറഞ്ഞില്ലേ? സോ സ്പിരിച്വാലിറ്റി അത് തന്നെയാണ് ഓൾമോസ്റ്റ് 95%. പയൽ 2-ലെടുത്ത ഓൾമോസ്റ്റ് 95% സ്പിരിച്വാലിറ്റിയിൽ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ കിങ് ഓഫ് വാൻസ്, ആക്ഷൻ എടുക്കൂ. ഓക്കെ, ആലോചിക്കൂ. എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹം? സ്പിരിച്വാലിറ്റിയിൽ പല കാര്യങ്ങളുണ്ട്. ചിലർ സ്പിരിച്വൽ ബിസിനസ് നടത്തും, ചിലർ സ്പിരിച്വൽ ലൈഫ് കോച്ചായിട്ട് വരും. ഓക്കെ, ചിലർക്ക് യൂട്യൂബ് ചാനൽ കാണും, അല്ലെങ്കിൽ ചിലർ FM റേഡിയോസിൽ സ്പിരിച്വൽ കൺസേൺസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അതിനെപ്പറ്റി കൂടുതൽ വിവരം ശേഖരിച്ച് ആക്ഷൻ എടുക്കൂ. ഓക്കെ, ആക്ഷൻ എടുക്കൂ. ആൻഡ് ആക്ഷൻ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് ചെയ്യണം ചെയ്യേണ്ട അതെല്ലാം നിങ്ങൾക്കറിയാം. എന്നാലും 2 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ തരുമോ? പക്ഷേ ഫിനാൻഷ്യലി സ്റ്റേബിൾ തരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ 2 ജഗ്ലിങ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ആ തോട്ട്സ് ആവാം, 2 തോട്ട്സ് ആകാം. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതാവാം. ഓക്കെ, അതുണ്ട്. പക്ഷെ നിങ്ങൾ മാനേജ് ചെയ്തോളൂ. പറയുന്നത് അഡിക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാമെന്നുള്ള ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. സോ മറ്റുള്ളവർക്ക് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന പാത്ത് അത്രയും ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം അവർക്കത് ശരിയാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവർ പറയുന്ന ഡിസിഷൻസ് കേൾക്കാൻ ചിലപ്പം നിങ്ങൾ താല്പര്യപ്പെടും. അത് ആവരുത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ടത്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു പയലിൽ ഈ അഡിക്ഷൻ കാർഡ് അല്ലെങ്കിൽ ദ ഡെവിൾ കാർഡ് പറയുന്നത്. ഓക്കെ, ആൻഡ് യൂസ് യുവർ ക്രൗൺ ചക്ര എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക, ക്രൗൺ ചക്ര വേക്കൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് സക്സസ് തന്നെയാണ്. ഓക്കെ, എഗെയിൻ 2 of Swords ആണ്. ആ ഒരു മെൻറ്റാലിറ്റി മൈൻഡിലുണ്ട്. എന്ത് ചെയ്യണം ചെയ്യേണ്ട, ഏത് ഡിസിഷൻ എടുക്കണ്ട, എവിടെയാണ് അബണ്ടൻസ് ഇല്ലായ്മ, ടെൻഷൻ ഏറെയുണ്ട്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് എന്തുകൊണ്ടോ കാണാൻ പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻ 2nd വീക്കിലുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് കരകയറിയാൽ ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് പേര്, മഹിമ, ആൾക്കാർ നിങ്ങളെ അറിയും. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും നല്ല വില കൊടുക്കുന്ന ആൾക്കാർ വന്നു ചേരും. സോൾ ട്രൈബ് വന്നു ചേരും. നിങ്ങൾക്ക് പല ആൾക്കാരെ നിങ്ങളുടെ വേർഡ്സിൽ നിന്ന് ഹീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് സ്റ്റാർ കാർഡ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ചെയ്ത എല്ലാ എഫേർട്സിനും അതിനൊരു ഫലം നിങ്ങൾക്ക് വന്നു ചേരും. സോ സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ് ടു ഗെറ്റ് സ്റ്റാർ കാർഡ് എന്ന് പറയാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ കാർഡാണ്. ഓക്കെ, സോ ഗൈസ് ടേക്ക് ആക്ഷൻ. ഓക്കെ, ആക്ഷൻ എടുക്കൂ, അതാണ് പറയാനുള്ളത്. ആക്ഷൻ എടുക്കൂ. ആൻഡ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. ഏറെ ആൾക്കാരുണ്ടാവും, അവരുടെ അനുഭവം അല്ലെങ്കിൽ അവർക്കറിയാവുന്ന നോളജിലാണ് പറയുന്നത് ഇത് ചെയ്യേണ്ട അത് ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ നോളജ് അവരെക്കാട്ടി കൂടുതലുണ്ടാവാം. ഈവൻ തോ പ്രായം അത്രയും കാണില്ലായിരിക്കാം. ബട്ട് അത് നിങ്ങളുടെ പ്രോബ്ലം അല്ലല്ലോ. നിങ്ങൾക്ക് നോളജ് കിട്ടുന്നത് നിങ്ങൾ എത്ര വളരുന്നു അതിൻ്റെ അനുസരിച്ചാണ് നിങ്ങൾക്ക് നോളജ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫ്ലിക്കറിങ് സൗണ്ട് കേട്ടോ എന്തോന്നറിയില്ല, നെഗറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, ആ നെഗറ്റിവിറ്റി ഇല്ലാതാക്കുക. ആരും എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്നൊരു മെസ്സേജാണ് റീഡ് ചെയ്തത്. നെഗറ്റിവിറ്റി എങ്ങനെ റിലീസ് ചെയ്യാം? നെഗറ്റിവിറ്റി റിലീസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നല്ലൊരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ മേളിൽ വീഴുന്നു. നിങ്ങളുടെ ഫുൾ ബോഡി, ദാറ്റ് ഈസ് നിങ്ങളുടെ ക്രൗൺ ചക്ര ടു നിങ്ങളുടെ കാല് വഴി എർത്തിലേക്ക് പോകുന്നു എന്ന് എപ്പോഴും ഇമാജിൻ ചെയ്താൽ ഓൾറെഡി നെഗറ്റിവിറ്റി റിലീസ് ആകുകയാണ്. പിന്നെ സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്, സബ്ലിമേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പോസിറ്റീവ് തിങ്കിങ്, ഏതൊരു നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴും അതിനെ പെട്ടെന്ന് പോസിറ്റീവ് ആക്കി പറയുകയാണെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവ് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഓക്കെ ഗൈസ്, ഐ ഹോപ്പ് എന്നോട് നെഗറ്റിവിറ്റി എങ്ങനെ റിലീസ് ചെയ്യാമെന്ന് ചോദിച്ച പ്രേക്ഷകർ ഈ ഒരു ഫയൽ കാണുന്നുണ്ടെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. എന്തായാലും മെസ്സേജ് ഞാൻ ഇട്ടേക്കാം. ഓക്കെ, റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ, ആൻഡ് മെസ്സേജ് വേൾഡിൽ ലൈറ്റ് കൊണ്ടുവരാൻ, സ്പിരിച്വൽ വേയിൽ വരുന്നവർക്കാണ് വേൾഡിൽ ലൈറ്റ് കൊണ്ടുവരാൻ നിങ്ങൾ ഷൈൻ ചെയ്യണം. നിങ്ങൾക്കെന്ത് പറയാനുണ്ടോ അത് നിങ്ങൾ പറയണം. നിങ്ങൾക്കെന്ത് ചെയ്യാനുണ്ടോ അത് നിങ്ങൾ ചെയ്യണം. അത് മറ്റുള്ളവർക്ക് പറ്റില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യണ്ട എന്നുള്ളതല്ല. നിങ്ങളുടെ പേടി മാറ്റിയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രചോദനം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കൊടുത്ത ആൾക്കാർക്ക് നല്ല ഒരു കാര്യം പറഞ്ഞ് അവരുടെ ലൈഫ് നന്നാക്കാൻ പറ്റൂ. ഫ്ലെയിംസ് നോക്കിക്കോളൂ, എന്ത് ബ്യൂട്ടിഫുൾ ഫ്ലെയിമാണ് ഇപ്പോൾ വന്നത്. അതാണ് സ്റ്റാർ കാർഡ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ലോകത്തിൽ വെക്കുമ്പോൾ ഈ ഫ്ലെയിം മാതിരിയായിരിക്കും നിങ്ങളുടെ ഫെയിം, നിങ്ങളുടെ പേര്. സോ ബ്യൂട്ടിഫുൾ ഇസ്n't it? സോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റിയിലേക്ക് എങ്ങനെ പോയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ദാണ്ട് ഈ ഫ്ലെയിംസിനെ മാതിരി തന്നെ വളരുകയുള്ളൂ. ഓക്കെ, സോ നെഗറ്റിവിറ്റി റിലീസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് പറയുക. ഓക്കെ, ആൻഡ് സ്പിരിച്വാലിറ്റിയിൽ പോകുന്നില്ല, പക്ഷെ ഒരാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഒരു കാര്യം പറയുവാണെങ്കിൽ ആ കാര്യം കേൾക്കൂ. ചിലപ്പോൾ അത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം തന്നെ ആയിരിക്കാം, പക്ഷെ ആ കാര്യം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പേരും നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യത്തിന് റിവാർഡ്സുമാണ്. ബ്യൂട്ടിഫുൾ റിവാർഡ്സ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുവഴി തന്നെ നിങ്ങൾ ഏറെ ആൾക്കാരെ സഹായിക്കുകയും കൂടി ചെയ്യും. ലോകത്തിൽ ഏറെ ആൾക്കാർക്ക് നിങ്ങൾക്ക് സഹായം കൊടുക്കാൻ പറ്റും. അതാണ് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ 3rd വീക്ക് എങ്ങനെയാണ്. All right. So 3rd week, that is November 21 to 30. 7 of Cups, Knight of Swords, 4 of Cups, Two of Cups, 4 of Swords. Your commitment is being tested. Dissolve all boundaries with love. Okay, നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇനിയും വരാൻ പോകുന്ന ലൈഫിൽ. പക്ഷേ ഏറെ ഓപ്പർച്യൂണിറ്റീസ്, ലുക്ക് അറ്റ് ദ ഫ്ലെയിം ഗൈസ്, ലുക്ക് അറ്റ് ദ ഫ്ലെയിംസ്. ഈ ഫ്ലെയിമിൻ്റെ പിക്ക് നിങ്ങൾക്ക് വെക്കാം. എപ്പോഴെങ്കിലും വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ശരിയായുള്ള ഒരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്ലെയിമിനെ നോക്കി നിങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഒരു ദാറ്റ് ഈസ് ഏറെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതിൽ 1-2 ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ വേഗതയിലാണ് നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്നത്. നൈറ്റ് ഓഫ് സോഡ്സ് ആണ്, കണ്ടോ, വളരെ വേഗതയിലാണ് ഇത് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ശ്രദ്ധിക്കുക. ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇത്രയും, ദാറ്റ് ഈസ് ആ നേരത്തെ 2nd വീക്കിൽ വരുന്ന ഓപ്പർച്യൂണിറ്റിയിൽ തുടർന്നാണ് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നത്. പക്ഷേ ഈ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് ഈ ഒരു ആദ്യത്തെ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്തോ ഒരു ടെൻഷൻ അല്ലെങ്കിൽ അത് എടുക്കണോ വേണ്ടോ എന്ന് നമ്മൾ 2nd വീക്കിൽ കണ്ടു. അപ്പോൾ അതൊന്ന് ഡിസോൾവ് ചെയ്യാം, അത് നോക്കുക. പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ വരിക. ഓക്കെ, പാർട്ട്ണർഷിപ്പാണ് നിങ്ങളുടെ സക്സസ്സിന് ഇമ്പോർട്ടൻറ്റ്. സോ അത് റിലേഷൻഷിപ്പിലും ആകാം. റിലേഷൻഷിപ്പിൽ ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അത് നിങ്ങൾ സോൾവ് ചെയ്ത് പോയാൽ നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ വന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഏറ്റെടുത്താൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ നല്ലതായിരിക്കും.
ആൻഡ് റെസ്റ്റ് ആൻഡ് റെജുനേറ്റ്, ദാറ്റ് ഇസ് മെഡിറ്റേഷൻ ആണ് എല്ലാ കാര്യവും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. സോ മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുക, പ്രെയർ ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കണം എന്നുള്ളതും ഇല്ല. സമാധാനത്തെ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ അതും വലിയൊരു മെഡിറ്റേഷനാണ്. കാരണം ഏറെ ആൾക്കാർക്ക് സൊല്യൂഷൻസ് കിട്ടുന്നത് അവരുടെ ഉറക്കത്തിലാണ്. ഓക്കെ, സോ ഉറങ്ങുന്നതും ഒരു മെഡിറ്റേഷനാണ്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങുക, സമാധാനത്തെ ഉറങ്ങുക, ചിന്തകളില്ലാതെ ഉറങ്ങുക. ഓക്കെ, മുന്നോളജി കാർഡ് പറയുന്നത് യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ്. ഈ പറയുന്ന ഈ ടെൻഷൻസും ഈ കാര്യങ്ങളും ഓക്കെ, ഈ ഒരു എടുക്കണോ വേണ്ടയോ എന്നുള്ള ചിന്താഗതി, ഇതൊക്കെ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് എത്ര ആ കാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം ചെയ്യുന്നത്. കാരണം സെക്കൻഡ് വീക്കിൽ സ്റ്റാർ കാർഡാണ് വന്നത്. സ്റ്റാർ കാർഡ് അങ്ങനെ എളുപ്പത്തിലൊന്നും കിട്ടത്തില്ല, ഇല്ലല്ലോ. അതിന് നല്ലപോലെ നമ്മൾ പ്രയത്നിക്കണം. അപ്പോൾ ആ പ്രയത്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റ്മെൻറ്റ് മൊത്തം നിങ്ങൾക്ക് ഈ ഒരു മന്തിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ അത് എങ്ങനെ നിങ്ങൾ ശരിയാക്കി എടുക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റ ഒരു ഉത്തരമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്യുക, പ്രേയേഴ്സ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആ ഫ്ലെയിമിൻ്റെ പിക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലെയിമിൽ നോക്കി എന്താണ് ഉത്തരം എന്നുള്ളത് നിങ്ങൾ നോക്കി മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ലഭിക്കും. ഡിസോൾവ് ഓൾ ബൗണ്ടറീസ് വിത്ത് ലവ്. പാർട്ട്ണർഷിപ്പ്, ഇപ്പോൾ ഒരാൾ ഒരു പാർട്ട്ണർഷിപ്പ് പറഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് തയ്യാറല്ലായിരിക്കാം നിങ്ങൾ, പക്ഷേ അത് സമാധാനപരമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, പ്രാക്ടിക്കൽ മൈൻഡ് അല്ലാതെ ഇതിലിങ്ങനെ ട്രൈ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ? അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, കരിയർ, ജോബ്, എന്തുമായിക്കോട്ടെ, ഹെൽത്ത് റിലേറ്റഡ് ആയിക്കോട്ടെ. ചിലപ്പോൾ ഹെൽത്തിൽ പുതിയൊരു കാര്യം പറഞ്ഞത് അത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. സോ വിത്ത് ലവ് ആലോചിക്കുക. ഓക്കെ, വിത്ത് ലവ് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ചെയ്യേണ്ടത്. സോ ഗൈസ്, യെസ്, സെക്കൻഡ് വീക്കിൽ ഞാൻ ഷഫിൾ ചെയ്യുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാർഡ്സ് പുൾ ചെയ്യാൻ. ഓക്കെ, സോ യാ, ടെൻഷൻ ഏറെയുണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ആൾക്കാരുടെ ഏറെ ഒരു എന്താ പറയുക, ആൾക്കാരെന്ത് പറയും എന്നുള്ളൊരു ചിന്തയാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക. ഒറ്റൊരു കാര്യം ഓർത്താൽ മതി, നമ്മുടെ ലൈഫ് ഈ എർത്ത് പ്ലെയിനിൽ ലിമിറ്റഡ് ആണ്. നമ്മൾ പെട്ടെന്ന് നാളെ അങ്ങ് പോവുകയാണെങ്കിൽ അയ്യോ ഞാൻ ഇത് ചെയ്തില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ, എനിക്ക് ഇത് ആഗ്രഹമായിരുന്നു, അത് ആഗ്രഹമായിരുന്നു എന്ന് ഒരിക്കലും മനസ്സിൽ കിടക്കല്ല. ഓക്കെ, ഈ ഒരു എർത്ത് പ്ലെയിനിൽ നിങ്ങളുടെ ടൈം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഗോ ആൻഡ് ഡു ഇറ്റ്. ഓക്കെ, സന്തോഷത്തോടെ പോവുക, അല്ലേ? അതാണ് വേണ്ടത്, സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ പോകുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞതല്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ഹീലേഴ്സ് ഒരു ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ, എന്താണ് നാളെ നിങ്ങൾ ഈ ലോകം വിട്ട് പോകുമ്പോൾ എന്ത് വിഷമം നിങ്ങളുടെ മൈൻഡിൽ കിടക്കും എന്നാലോചിക്കുക. അത് വിഷമമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം വേണം ഇപ്പം ചെയ്യാൻ. എന്ന് വെച്ചാൽ നാളെ അത് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ നിങ്ങളുടെ കയ്യിലൊരു കാര്യം കാണണം. നിങ്ങൾക്ക് ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിലേ പറ്റൂ. പക്ഷെ ആ ഒരു രീതി നിങ്ങളുടെ വീട്ടുകാർക്കോ നിങ്ങളുടെ സഹപ്രവർത്തകർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്കോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമല്ല. അത് ഒരു റൂട്ട് ആയിട്ട് പറയണം എന്നല്ല, പക്ഷെ അതൊരു ആർക്കും ഒരു വിഷമമില്ലാത്ത രീതിയിലും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലും ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ഗായ്സ്, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്തോ ഈ പറയുന്നതെന്നുള്ളത്. സോ ഇതായിരുന്നു നിങ്ങളുടെ നവംബർ മന്ത്ലി ഗായ്സ്. ഈ പ്രാവശ്യം 2 പായിലേ ഉണ്ടായിരുന്നുള്ളൂ ആസ് പെർ ദ ഗൈഡൻസ്. സോ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.